സന്തോഷി, നമസ്കാരം. നമസ്തേ. നമസ്തേ. നമ്മൾ സാധാരണ ശാസ്ത്ര വിഷയം ഒരു വിഭാഗത്തിൽപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മനുഷ്യ ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തില് ഭക്ഷണം ഒരു പ്രധാന കാര്യമാണ്. സ്വഭാവത്തിലും പ്രവർത്തനത്തിലും അസുഖത്തിലും ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ തീരുമാനിച്ചു. തീർച്ചയായിട്ടും വളരെ ആവശ്യമുള്ള കാര്യമാണല്ലോ. അപ്പോൾ രാവിലെ പുലർകാലം എഴുന്നേൽക്കുന്ന ഒരു മനുഷ്യൻ ഏത് ജോലി ആയിക്കോട്ടെ, ജോലിക്കാർ ഏത് തരത്തിലുള്ള ആയിക്കോട്ടെ, സാധാരണഗതിക്ക് 3 നേരത്തെ ഭക്ഷണമാണ് കേരളീയർ, നമുക്ക് ഇവിടെയുള്ള ആളുകൾ സമൃദ്ധമായി കഴിക്കുന്ന 3 സമയമാണ്. അപ്പൊ ഈ 3 നേരത്തെ ഭക്ഷണം നമ്മൾ കഴിക്കും. അതിനിടയ്ക്കൊക്കെ നമ്മൾ മറ്റ് ചായ അതുപോലുള്ള ചെറിയ കടികളൊക്കെ ഉണ്ടാവും, കഴിക്കുന്നവരും ഉണ്ടാവും. സാധാരണ ഒരു മനുഷ്യൻ എഴുന്നേൽക്കുന്ന മുതൽ കിടക്കുന്ന വരെയുള്ള ഒരു ദിനം ഇത്ര സമയം ഭക്ഷണം കഴിക്കണം, ഏതൊക്കെ സമയത്താണ് കഴിക്കേണ്ടത്, അത് എങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം, ശരീരത്തിന്, മനസ്സിന്, ബുദ്ധിക്ക് ഒക്കെ ഉപയുക്തമായ രീതിയിൽ. ഇത് സാധാരണ കഴിച്ചു കഴിഞ്ഞാല് 1 മണിക്കൂർ, എത്ര മണിക്കൂർ കൊണ്ട് സാമാന്യഗതിക്ക് കഴിക്കുന്ന ആഹാരങ്ങൾ ദഹിച്ചു പോകും നമുക്കറിയില്ല. അപ്പൊ എന്തോരം കഴിക്കണം എന്നറിയില്ല. ഇപ്പോ സമയത്തുള്ള അളവിനെ കുറിച്ച് അറിയത്തില്ല. ഭക്ഷണത്തിന് ശേഷമാണ് വെള്ളം കുടിക്കേണ്ടത്, വെള്ളം കുടിക്കുമ്പോൾ ആ കൂട്ടം കുടിക്കണോ, കുടിക്കണോ, ഇങ്ങനെയൊന്നും അറിയില്ല. കഴിച്ചതിന് ശേഷം കിടന്ന് ഉറങ്ങാവോ, കിടന്ന് പണിയെടുക്കാവോ, അതോ കിടന്ന് കുളിക്കാമോ, യാത്ര ചെയ്യാമോ, ചില പറയും ഭക്ഷണം ശേഷം നടക്കണം എന്ന് പറയും. ഇങ്ങനെ ഒത്തിരി കൂട്ടം കാര്യങ്ങളുണ്ട്. എല്ലാം കൂടെ ഒന്നും ചെയ്യിച്ചില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല നമുക്ക്, അല്ലേ? അതൊരു 3 നേരത്തെ ഭക്ഷണവും അതിന്റെ ഗുണത്തെ കുറിച്ചും ദോഷത്തെ കുറിച്ചും ഒന്ന് അത്യാവശ്യം ഒന്ന് പറഞ്ഞു തുടങ്ങാമോ അങ്ങേക്ക്? നമുക്ക് ചെറുതായിട്ടൊന്ന് സംസാരിക്കാം. അതായത് ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ചെന്നാൽ 120 വയസ്സായിട്ട് പല്ലുവരെ തിന്ന് തീർന്ന് മരിക്കാൻ കിടക്കുമ്പോഴും ഡോക്ടറോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ എന്താണ് കഴിക്കേണ്ടതെന്ന്. അപ്പോൾ പോലും മനുഷ്യന് അവൻ എന്താണ് കഴിക്കേണ്ടത് എന്നതിനെ കുറിച്ച്, എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ബോധ്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. രാവിലെ ഉണരുന്നത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ ഉണരേണ്ടത് ഉദയത്തിന് 4 മണിക്കൂർ മുമ്പ് തൊട്ട് ഉണരാം. ഇപ്പൊ എത്ര മണിക്ക് ഉണർന്നാലും ഉദയത്തിന് ശേഷമാണ് ഭക്ഷണം. രാവിലെ മനസ്സിന് വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. നല്ല ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡ് രാവിലെ ഒരു 7:30, 8 മണി, 9 മണി ആ സമയം മാക്സിമം. ഉദയത്തിന് ശേഷമാണ് ഭക്ഷണം, ഉദയത്തിന് മുമ്പല്ല. അപ്പൊ അത് മനസ്സിന് വേണ്ടിയിട്ടാണ്. രാവിലത്തെ ഫുഡ് മനസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. മനസ്സിന് വേണ്ടിയിട്ടാണ്. സാത്വിക ഭക്ഷണം ആണ് കഴിക്കേണ്ടത്. നല്ല ന്യൂട്രീഷൻ ആയിട്ടുള്ള നല്ല ഫുഡ് മനസ്സിന്റെ ഇച്ഛാശക്തിക്ക് അനുസരിച്ച്. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ഇഡലി, സാമ്പാർ, ദോശ, ചമ്മന്തി അങ്ങനെയുള്ള നല്ല ഫുഡ് രാവിലെ ആവാം. ഞാൻ എന്റെ ഇഷ്ടം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കിഴങ്ങ് മുഴുങ്ങിയതോ കപ്പയോ കിഴങ്ങോ കാച്ചിലോ ഒക്കെ കഴിക്കാം. അതിനകത്തൊരു കുഴപ്പമുണ്ട്. കിഴങ്ങ് വർഗ്ഗങ്ങള് കഴിക്കുമ്പോൾ ബൗദ്ധികപരമായിട്ട് ചെറിയൊരു കുറവ് സംഭവിക്കും. അങ്ങ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഭക്ഷണത്തെ നമ്മൾ അപമാനിക്കുന്നതല്ല. കിഴങ്ങൻ എന്നുള്ളൊരു പ്രയോഗം കേട്ടിട്ടുണ്ട്. അതായത് മണ്ണിന്റെ അടിയിൽ വിരിയുന്ന, സൗരോർജത്തിലല്ല തമോ ഗുണത്തിൽ വിളയുന്ന ആ കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഭക്ഷണങ്ങൾക്ക് സൗരോർജത്തിൽ വിളയുന്ന ആ പയറ് അല്ലെങ്കിൽ നെല്ല്, ഗോതമ്പ് പോലെയുള്ള നവധാന്യങ്ങൾ പോലെയുള്ള അത്രയും ഒരു ക്വാളിറ്റി. പ്രത്യേകിച്ച് രാവിലെ മനസ്സിന്റെ മനസ്സിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അത് മാറ്റണം. അതൊന്ന് കുറയ്ക്കുവാണെങ്കിൽ, പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകിച്ച്, നമ്മള് നല്ല സൗരോർജത്തിൽ വിളയുന്ന, പൂക്കുന്ന, കായ്ക്കുന്ന നല്ല ഇലകളുടെ ഭക്ഷണം എല്ലാം കഴിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഭൗതികപരമായിട്ട് നമുക്ക് ഉന്മേഷം കിട്ടും. ഒരു ആത്മശക്തി കൂടുതൽ കിട്ടും. ഒരുപാട് ഗുണം കിഴങ്ങ് കഴിക്കുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെയും ഇപ്പൊ നമുക്ക് രാവിലെ മനസ്സിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നല്ല സാത്വികമായിട്ടുള്ള ഫുഡ്, ഉച്ചയ്ക്ക് ആത്മശക്തിക്ക് വേണ്ടിയിട്ട് നല്ല കലോറിയുള്ള ഭക്ഷണം കഴിക്കാം. ഉച്ചയ്ക്ക് ആത്മാവിന് വേണ്ടിയിട്ടാണ് ഭക്ഷണം, ആത്മശക്തിക്ക് വേണ്ടിയിട്ട് നല്ല കലോറിയുള്ള ഫുഡ് കഴിക്കാം. അതിനകത്ത് അവിയലിന്റെ അളവ് കൂട്ടാം. അങ്ങനെ സാമ്പാർ, അവിയല്, അങ്ങനെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങള് സാത്വികമായിരിക്കണം ഭക്ഷണം എന്നുള്ളതാണ്. ഇതേ രീതിയിൽ ചിന്തിച്ച് ഭക്ഷണം കഴിക്കുന്നത്. അല്ലാത്തവർക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. ആരോഗ്യപരമായിട്ട് പറയുമ്പോൾ സാത്വികമായിട്ടുള്ള ഭക്ഷണം, നല്ല കലോറിയുള്ള ഫുഡാണ്. ഉച്ചയ്ക്ക് ആത്മാവിന് വേണ്ടിയിട്ടാണ്. വൈകുന്നേരം അസ്തമയത്തിന് മുമ്പ്
ശരീരത്തിന് വേണ്ടിയിട്ട് നല്ല പ്രോട്ടീനുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്. പണ്ടത്തെ ആളുകള് കാരണന്മാര് പറയും അത്താഴം കഴിച്ചില്ലെങ്കിൽ ഒരു പ്രാവിന്റെ തൂക്കം ഇറച്ചി കുറയുന്നു. അതായത് നമ്മുടെ ശരീരത്തില് പ്രോട്ടീന്റെ അളവിൽ കുറവ് വരും. വൈകുന്നേരം പയറ്, കടല, പ്രോട്ടീനുള്ള നല്ല ഭക്ഷണം അതാണ് പറയുന്നത് വൈകുന്നേരം. പണ്ട് കാരണവര് കഞ്ഞിയും കടലയൊക്കെ ആയിരുന്നു വൈകുന്നേരം കഴിച്ചുകൊണ്ടിരുന്നത്. അകസിലാണ് ആഹാരം. നിശയില് നീഹാരമാവാം, ജലമാവാം. അസ്തമയത്തിന് ശേഷം ഭക്ഷണം കഴിക്കാതെയാണ് നമ്മള് ആരോഗ്യമുള്ളവര് നിൽക്കുക. എന്നാൽ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുന്നവര്. ഇപ്പോ നിത്യഗ്രഹണമാണ് അസ്തമയം. ആ ഗ്രഹണ സമയത്ത് ആഹാരം കഴിക്കില്ല. ഇപ്പൊ രാത്രി കാലങ്ങളില് അർദ്ധരാത്രിയിൽ പ്രാർത്ഥന പോലും എന്തായിരിക്കും? നെഗറ്റീവ് സൃഷ്ടിക്കുള്ളൂ. ഫലം വിപരീതമായിരിക്കും. അർദ്ധരാത്രിയിൽ അമൃത് കഴിച്ചാലും അത് വിഷമായിട്ട് ഭവിക്കും. പകലാണ് ഭക്ഷണം കഴിക്കേണ്ടത്. രാവിലത്തെ ഭക്ഷണം മനസ്സിന് വേണ്ടി. അപ്പൊ പ്രപഞ്ചം സത്വഗുണത്തിലാണ്. വൈഷ്ണവ ശക്തിയാലാണ് പ്രപഞ്ചം സഞ്ചരിക്കുന്നത്. വൃക്ഷലോക ശക്തിയാലാണ് 4 മണിക്കൂർ പ്രപഞ്ചം സഞ്ചരിക്കുന്നത്. അപ്പൊ സാത്വികമായിട്ടുള്ള ഭക്ഷണം മനസ്സിന് വേണ്ടിയിട്ട്. ഉച്ചയ്ക്ക് അഗ്നിക്കാണ് പ്രാധാന്യം. നല്ല രജോ ഗുണമുള്ള, അതായത് കലോറിയുള്ള നല്ല ഭക്ഷണം ഉച്ചയ്ക്ക്. വൈകുന്നേരം തമോ ഗുണ പ്രധാനമാണ്, ശൈവശക്തിയാണ്. അവിടെ നമ്മളുടെ ശരീരത്തിന് വേണ്ടിയിട്ട്, ശൈവത്തിന് വേണ്ടിയിട്ട്, ശരീരത്തിന് വേണ്ടിയിട്ട്, ദേഹത്തിന് വേണ്ടിയിട്ട് നല്ല പ്രോട്ടീനുള്ള നല്ല ഫുഡ് കഴിക്കാം അസ്തമയത്തിന് മുമ്പ്. ഇതാണ് ഒരു രീതി. ഈ കഴിക്കുന്ന ആഹാരം നമ്മൾ രാവിലെ 8 മണിക്ക് 9 മണിക്ക് ഈ 3 സമയത്തെ ആഹാര കാര്യങ്ങൾക്ക് ഇടയ്ക്കുള്ള സമയം എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് കഴിക്കേണ്ടത്? അങ്ങനെ വല്ലതും ഉണ്ടോ? എങ്ങനെ? എനിക്ക് ചോദ്യം ഒന്നും കൂടി പറയാം. നമ്മളിപ്പോ 8 മണിക്ക് രാവിലത്തെ ഫുഡ് കഴിച്ചു, ഉച്ചയ്ക്ക് 12 മണിക്ക് അടുത്ത് കഴിക്കുന്നു. അതിന് സമയത്തിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ല, ഈ കൈനീട്ടം വൈകുന്നേരം ആയ കുഴപ്പമുണ്ടോന്ന് ചോദിച്ച പോലെയാണ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് പോണത്. പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് ഇപ്പോ വിശപ്പ് വരുന്നില്ല. വിശപ്പില്ലെങ്കിൽ ആഹാരം കഴിക്കുന്നത് നല്ലതാണോ? വിശന്നിട്ട് കഴിക്കുന്നതാണോ നല്ലത്? ശരിക്കും വിശപ്പറിയണം. വിശപ്പറിയാത്തതിന്റെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. രാവിലെ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ് മെയിൻ. വിശപ്പ് വളരെ കുറച്ച് കഴിച്ചാലും മതി. പക്ഷെ കൃത്യമായിട്ടുള്ള സമയത്ത് ഭക്ഷണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പറയുന്നത് 7:30, 8 മണി, 8:30 ആ സമയത്തിനുള്ളിൽ കഴിച്ചില്ലെങ്കിൽ മനസ്സ് അസ്വസ്ഥമാകും, കോപം കൂടും. നമ്മളുടെ ഭക്ഷണത്തില് എരിവ്, പുളി, ഉപ്പ് ഇവ മിതപ്പെടുത്തണം. അതായത് സ്പൈസി ആയിട്ടുള്ള ഭക്ഷണം നമ്മളെ കോപിഷ്ഠരാക്കും. പുളി, പിക്കിൾസ് അധികം ഉപയോഗിക്കുന്നത് അതും ഇതുപോലെ തന്നെ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. പുളിച്ച സംസാരത്തിന് കാരണമാകുന്നത്. ഉപ്പ് കൂടുതൽ കഴിക്കുന്നവര് മറ്റുള്ളവരെ കരയിപ്പിക്കും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ എരിവ്, പുളി, ഉപ്പ് എന്നിവ കുറയ്ക്കുക. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക. കഴിയുന്നതും കൃത്യസമയങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അർദ്ധരാത്രിയിൽ എന്തും കഴിച്ചിട്ട് കാര്യമില്ല. കഴിക്കാതിരിക്കുന്നതാണ് ആരോഗ്യത്തിനുത്തമം. ഇതാണ് ശരിക്കും ആയുർവേദവും പറയുന്നത് ഇത് തന്നെയാണ്. പിന്നെ ഇത് കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ 2 കൈയും കൂടി കൂട്ടിപ്പിടിച്ചാല് ആ കൈ കുമ്പിളിൽ കൊള്ളാനുള്ള ഭക്ഷണം. അത്രയാണ് ആമാശയത്തിന്റെ വലിപ്പം പറഞ്ഞേക്കുന്നത്. ഞാനും അതിനനുസരിച്ചല്ല കഴിക്കുന്നത്. പക്ഷെ അത്രയും മാത്രമാണ് കഴിക്കേണ്ടത്. ആ കൈക്കുമ്പിൾ അകന്നു പോയാൽ ശരീരത്തിൽ നിന്ന് ജീവൻ പെട്ടെന്ന് വിട്ടുപോകാൻ അത് കാരണമാകും. 2 കൈക്കുമ്പിൾ അടുത്ത് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന അളവിനേക്കാൾ ഈ പറയുന്നത് ഞാനും നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുന്നത്. പക്ഷെ ഒരു അതാണെങ്കിലും ഒരു 4 കൈക്കുമ്പിളിലങ്ങ് ചെല്ലുമ്പോ ആമാശയം വികസിച്ചോ? ഇവിടെ കോമൺ ആയിട്ടൊരു ചൊല്ലുണ്ട്, അടിവയറ് തള്ളിയ അടിയന്തരം കൂടാം. പക്ഷെ ഇതാണ് അതിന്റെ ഒരു ആരോഗ്യത്തിന്റെ ഒരു ഭക്ഷണ രീതിയിൽ പറയുന്നത്. നമ്മള് ഇതൊന്നുമല്ല. മലയാളികള് 5 നേരവും 6 നേരവും ഭക്ഷണം കഴിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അർദ്ധരാത്രിയിലും ഭക്ഷണം കഴിക്കുന്ന രീതിയാണ് നമ്മൾക്ക് ഇപ്പൊ ഉള്ളത്. അതായത് നീഹാരമാവാം. നിശയിൽ നീഹാരം, അഹസിൽ ആഹാരം. ഒരു ചെറിയ കാര്യം കൂടെ ഒന്ന് ചോദിക്കാനേ, എന്ന് വെച്ച് കഴിഞ്ഞാല് ഭക്ഷണത്തിനോടൊപ്പം വെള്ളം കുടിക്കുന്നതാണോ ഉത്തമം? ഭക്ഷണത്തിന് കുറച്ച് മുൻപേ വെള്ളം കുടിച്ചിട്ട് ഭക്ഷണം കരപദാർത്ഥം നമ്മുടെ ദഹന രസത്തോടു കൂടി മാത്രമായിട്ടുള്ള വെള്ളം ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പിന്നീട് വെള്ളം കഴിക്കുന്നതാണോ നല്ലത്, അതോ ഒപ്പം കഴിക്കുന്നതാണോ നല്ലത്? അതായത് രാവിലെ ഏർലി മോർണിംഗ് തൊട്ട്
നമ്മള് ന്യായമായിട്ടുള്ള രീതിയിൽ വെള്ളം കുടിക്കാൻ, ദാഹിക്കാതെ തന്നെ ജലം കുടിച്ചുകൊണ്ടിരിക്കണം. ഭക്ഷണത്തിനൊപ്പമല്ല. അരമണിക്കൂർ മുമ്പ് വെള്ളം കുടിച്ച് നിർത്തിക്കഴിഞ്ഞാൽ അരമണിക്കൂറിന് ശേഷമാണ് ഭക്ഷണം പറയുന്നത് സാധാരണ. ഭക്ഷണത്തിന് ശേഷം അരമണിക്കൂറിന് ശേഷവും വെള്ളം കുടിച്ചിട്ട് അങ്ങനെയാണ് പറയുന്നത്. ഭക്ഷണം കഴിച്ചോന്നാണ് എല്ലാരും ചോദിക്കുക. വെള്ളം കുടിച്ചോന്ന് ആരും ചോദിക്കാറില്ല. വെള്ളം എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കണം. ജ്ഞാനികളായിട്ടുള്ള മഹർഷീശ്വരന്മാരുടെ, ഋഷീശ്വരന്മാരുടെ എല്ലാം കൈകളില് ഗ്രന്ഥക്കെട്ടുകളെല്ലാം ഉണ്ടായിരുന്നത് കമണ്ടലു മാത്രമാണ്. വെള്ളം മാത്രമാണ് ഉണ്ടായിരുന്നത്. വെള്ളത്തിന് അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. അത് വളരെ സിപ്പ് ചെയ്ത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് ഇതിനൊരു പ്രത്യേകത പറയൂട്ടോ. നമ്മൾ നന്നായിട്ട് ഒരു കുടം വെള്ളം കുടിക്കാൻ ദാഹിച്ചിരിക്കുമ്പോ ഒരു സിപ്പപ്പ് കഴിച്ചെന്നാൽ നമ്മളുടെ ദാഹം ആ ഒരു സിപ്പിൽ ഒതുങ്ങും. കാരണം നമ്മൾ സിപ്പ് ചെയ്ത് കഴിക്കുന്നതുകൊണ്ടാണ് ആ ദാഹം ശമിക്കുന്നത്. നമ്മൾ വെള്ളം വളരെ സ്ലോലി ധാര പോലെ നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. രോഗത്തെ ശുദ്ധീകരിക്കാനായിട്ട് അത് കാരണമാകും. നല്ല പച്ചവെള്ളം തന്നെ കുടിക്കാൻ പറ്റുന്ന നല്ല കിണറുകൾ ഉണ്ടെങ്കിൽ ആ കിണറ്റിലെ വെള്ളത്തില് ഒരു തുളസിയില എടുത്തിട്ടിട്ട് അല്പനേരം കഴിഞ്ഞിട്ട് കുടിക്കുക. നല്ല ജീവസുള്ള വെള്ളം കിട്ടുവാണെങ്കിൽ അതായിരിക്കും ശരീരത്തെ ജീവസുറ്റതാക്കാനായിട്ട് അത് കാരണമാകുന്നത്. നല്ല വെള്ളം അതും ശരീരത്തെ നന്മയിലേക്ക് നയിക്കും. കോശശുദ്ധീകരണം നടക്കും. മൈക്രോ ലെവലിലേക്ക് താന്നിട്ട് നല്ല വെള്ളം കുടിക്കുക. ശങ്കില് തീർത്തും നല്ലതാണ്. അതുപോലെ തന്നെ കക്കായിട്ട് വെള്ളം, കിണറ്റിലെ വെള്ളം, അതെല്ലാം തുടിച്ചു കോരുന്ന കിണറ്റിലെ വെള്ളം. ക്ഷേത്രങ്ങളിലെല്ലാം അഭിഷേകത്തിന് എടുക്കുന്ന വെള്ളമില്ലേ, തുടിച്ചു കോരി എടുക്കുന്നത്. തുടിച്ചു കോരി കിണറ്റിലെ വെള്ളം എടുത്താൽ അതിന് ചെറിയ മധുരമുണ്ട്. അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മൈക്രോ ലെവലില് മാറ്റം വരും വെള്ളത്തിന്. അതിനകത്തേക്ക് തുളസി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കർപ്പൂരം, പച്ചക്കർപ്പൂരം ചെറുതായിട്ട് നൈസായിട്ടൊന്ന് ഇട്ടിട്ട് അല്പനേരം കഴിഞ്ഞിട്ട് അത് കുടിച്ചാല് മുഴുവൻ കോശങ്ങളിലും കയറി ചെന്ന് കോശശുദ്ധീകരണം നടത്തുവാനായിട്ട് അത് കാരണമാകും. ശരിക്കും നന്നായിട്ട് ജലം നദി പോലെ ഒഴുകണം ശരീരത്തിലൂടെ. നന്നായിട്ട് വെള്ളം കുടിക്കണം. ആരും ചോദിക്കാറില്ല വെള്ളം കുടിച്ചോന്ന് ചോദിക്കില്ല. ഭക്ഷണം കഴിച്ചോന്നാണ് എല്ലാരും ചോദിക്കുന്നത്. പക്ഷെ ചോദിക്കേണ്ടത് ഭക്ഷണം കഴിച്ചോന്നല്ല, വെള്ളം കുടിച്ചോന്നാണ് ചോദിക്കേണ്ടത്. എപ്പോഴും നമ്മളുടെ കയ്യിൽ വെള്ളം ഉണ്ടാവണം. എവിടെ പോയാലും വെള്ളം കൊണ്ടു നടക്കണം. പേഴ്സ് കൊണ്ടുപോയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ വെള്ളം കൊണ്ടുപോകണം. അല്ല, നേരത്തെ നമുക്കറിയാലോ ഋഷീശ്വരന്മാരുടെ എല്ലാം അവരുടെ ചിത്രങ്ങളിലും അവരുടെ പ്രവൃത്തികളും മുഴുവൻ ഈ കമണ്ടലും ഉണ്ടായിരുന്നല്ലോ. കമണ്ടല് മാത്രമാണ്. ഇപ്പൊ നമ്മളും പൊതുവെ യാത്രകളില് നമുക്ക് ലോകം എത്ര പുരോഗമിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. വേണ്ടത്ര സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് സ്ത്രീകൾക്കും വെള്ളം കുടിക്കാൻ മടിയാണ്. പുരുഷന്മാരും അതുപോലെ തന്നെയാണ്, വെള്ളം കുടിക്കാൻ മടിയാണ്. അവിടെയാണ് രോഗഭൂവായിട്ട് ശരീരം മാറുന്നത്. ആഹാരത്തെക്കാൾ ഉപരി, കരമായിട്ടുള്ള ഭക്ഷണപദാർത്ഥത്തെക്കാൾ ഉപരി അവശ്യ വസ്തു വെള്ളമാണ്. ഒരു നേരം ആഹാരം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വെള്ളം കുടിച്ചാലും നിൽക്കാം. വെള്ളം കുടിച്ചാൽ മതി. ഇതിനകത്തൊരു ഈ നമ്മൾ മെഡിസിൻ കഴിക്കുമ്പോൾ അതിനകത്തൊരു രസതന്ത്രം ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ സങ്കല്പിച്ച് ഗുളിക കഴിക്കുക. ആഹാരത്തിന് മുമ്പ് ഒരു ഗുളിക കഴിക്കും, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ ആഹാരം കഴിച്ചു. ആഹാരത്തിന് ശേഷം ഒരു ഗുളിക സങ്കല്പിച്ച് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. അങ്ങനെ 3 നേരം, ആഹാരത്തിന് മുമ്പും ആഹാരത്തിന് ശേഷവും ഗുളിക സങ്കല്പിച്ച് വെള്ളം മാത്രം കുടിച്ചാൽ രോഗം മാറും. ആ മെഡിസിൻ അല്ല രോഗത്തെ മാറ്റുന്നത്. അതിനേക്കാൾ കൂടുതൽ ഗുണം ആ ജലത്തിനാണ്. നമ്മളുടെ രോഗമുക്തിക്ക് കാരണമായിരിക്കുന്നത് ജലമാണ്. ബോധം കെട്ടാൽ എന്താ പറ്റുന്നുള്ളത്? ജലമാണ്. ഒരു കൈക്കുടന്നേക്കൊള്ളാവുന്ന ജലം മുഖത്ത് തളിച്ചാൽ ഏത് ബോധക്ഷയത്തിൽ നിന്നും നമ്മൾ ഉണരും. ജലം നന്നായിട്ട് ജലസേവയെ ചെയ്യുക, ധാരയെ ചെയ്യുക. ശരീരത്തിൽ നന്നായിട്ട് ജലം ഒഴുകട്ടെ. മുഴുവൻ കോശ ശുദ്ധീകരണങ്ങളും നടന്നുകൊണ്ടേയിരിക്കട്ടെ ശരീരത്തിലെ. പാർവതി സേവ ചെയ്യുക. അതെ, പാർവതി സേവയെ ചെയ്യുക. ഈ ശൈവത്തിൽ, ഈ ശരീരത്തില് എങ്ങനെയാണോ ശിവക്ഷേത്രങ്ങളിൽ ധാരയ്ക്കുള്ള പ്രാധാന്യം എന്താണോ അത്രയും പ്രാധാന്യം നമ്മളുടെ ശരീരത്തിലും ചെയ്യുക. ശൈവശക്തിയാണ് ശരീരം. ഈ ദേഹം, ഈ ദേശം തന്നെയാണ് ഈ ദേഹത്തിന് കാരണം. ആ ദേഹശക്തിയായിരിക്കുന്ന, ശൈവശക്തിയായിരിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ശരിക്കും ധാരയെ ചെയ്യുക ജലത്താൽ. നമ്മൾ കുളിക്കുമ്പോഴും അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് ധാരയെ കൊടുത്ത് കുളിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഭക്ഷണങ്ങള് ജലാംശം നഷ്ടപ്പെട്ടാൽ ആ ഭക്ഷണം വിഷാംശം എന്ന് പറയും. ബേക്കറി ഫുഡിനുള്ള ഒരു പ്രശ്നം അതാണ്. ജലാംശമില്ലെങ്കിൽ അത് വിഷാംശം എന്ന് പറഞ്ഞാൽ, പാർവതി ഇല്ലെങ്കിൽ ആ ശൈവത്തിന്റെ വിഷാംശത്തെ നീക്കുവാനുള്ള ആ പാർവതിയുടെ കരങ്ങൾ അവിടെ ഇല്ലെങ്കിൽ പ്രശ്നം തന്നെ. അത് വലിയ ബുദ്ധിമുട്ടാവും അല്ലേ?
നമ്മൾ വൈകുന്നേരം കഴിയുന്നതും കഞ്ഞി, ഗോതമ്പിന്റെ കഞ്ഞി അല്ലെങ്കിൽ നമ്മൾ സാധാരണ കഞ്ഞി ഒക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല സുഖമായിട്ടുള്ള ഉറക്കം കിട്ടും. നമ്മൾ വ്യത്യസ്തമായ തരത്തിലോട്ട് ആണ് നമ്മുടെ ചിന്ത വന്നത്. ആ ആഹാരാദി കാര്യങ്ങൾ. അതെ അതെ. രാവിലെ ഭക്ഷണം കഴിക്കുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് മനസ്സിന് വേണ്ടിയിട്ടാണ്. രാവിലത്തെ ഭക്ഷണം സാത്വികമായിരിക്കണം. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മനുഷ്യനാണെങ്കിൽ, മനനം ചെയ്യുവാൻ ശേഷിയുള്ളവരാണെങ്കിൽ, ആധുനികതയിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ, നമ്മൾ ആത്മീയവാദിയാണെങ്കിൽ ഒരാത്മാവിനെയും ഹനിക്കാതെ വേണം ഭക്ഷണം കഴിക്കാൻ. അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണേലും കഴിക്കാം. നമ്മൾ ആത്മീയവാദി അല്ലെങ്കിൽ ഏതാത്മാവിനെ വേണേലും കൊന്ന് ഭക്ഷണം കഴിക്കാം. പക്ഷെ നമ്മൾക്ക് ആത്മീയവാദത്തോട് ഇഷ്ടമാണ്, നമ്മൾ ആത്മീയവാദിയാണെങ്കിൽ, നമ്മൾ അറിവിന് വേണ്ടി ചരിക്കുന്നവരാണെങ്കിൽ നമ്മളുടെ ആഹാരവും ആചാരവും എല്ലാം ഹിംസാത്മകമാകരുത്, അഹിംസാത്മകമായിരിക്കണം. നമ്മൾ ഒന്നിനെയും ഹിംസിച്ച് ഭക്ഷിക്കുവാനോ നമ്മളൊന്നിനെയും വേദനിപ്പിക്കാതെയോ വേണം നമ്മൾ ജീവിക്കാനായിട്ട്. അങ്ങനെയുണ്ട് ജീവിത വിജയത്തിന് ഉള്ള ഭക്ഷണക്രമം സാത്വികമായി. ഒരു ജീവന്റെയും കണ്ണുനീര് വീണിട്ടുള്ള ഭക്ഷണമല്ല ഞാൻ കഴിക്കുന്നത്, ഒരു ജീവനെയും ഹനിച്ചുകൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത് എന്ന് പറയാനായിട്ട് നമുക്ക് കഴിയണം. അങ്ങനെ ഉറപ്പുവരുത്തി വേണം കഴിക്കാൻ. തീർച്ചയായിട്ടും. എന്റെ അന്നം ഒരു ജീവിയുടെയും കണ്ണീരല്ല. അപ്പോൾ മാത്രമാണ് ഒരു ആത്മീയവാദിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് കഴിക്കാട്ടോ, യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഒരാളുടെയും ആഹാരത്തിൽ ഇടപെടുന്നതല്ല. നമ്മൾ ആത്മീയവാദിയാണോ, നമ്മള് സർവ്വജീവന്റെയും നിലനിൽപ്പിന് വേണ്ടിയിട്ട് വാദിക്കുന്ന ആത്മീയവാദിയാണെങ്കിൽ ഒരിക്കലും ഒന്നിനെയും ഹിംസിക്കാനോ ഹിംസിച്ച് ഭക്ഷിക്കുവാനോ പാടില്ല. ആഹാരത്തിന് വേണ്ടിയോ ആചാരത്തിന് വേണ്ടിയോ നമ്മൾ ഒന്നിനെയും ഹനിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് വേദം. വ്യക്തമായ തത്വമാണ് അങ്ങ് പറഞ്ഞത്. അതായത് ഇപ്പോ പറയുന്ന സനാതന ധർമ്മികളാണെങ്കിൽ ഒരു കാരണവശാലും ഞാൻ സനാതന ധർമ്മിയാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അധർമ്മം ചെയ്തുകൊണ്ട് ഒരു ജീവിയെ കൊല്ലാൻ പറ്റുള്ളൂ, ധർമ്മം ചെയ്തുകൊണ്ട് കൊല്ലാൻ പറ്റില്ല. പറ്റുമോ? മോഹിച്ചില്ല. പറ്റുമോ? പറ്റില്ല. അധർമ്മം ചെയ്തുകൊണ്ട് മാത്രമാണ് ശവാഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ശിവത്വത്തിനായിട്ട് ബാധിക്കുന്നവര് ശവാഹാരം കഴിച്ചു കഴിഞ്ഞാൽ, ശവാഹാരം കഴിച്ചുകൊണ്ട് ശിവത്വത്തിനായിട്ട് കൈനീട്ടി കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഭാരതീയര് സർവ്വ ലോകത്തിനും വേണ്ടിയിട്ട് ജീവിക്കുന്നവരാണ്. സ്വാധീനം അപ്പുറത്ത് സത്വികം എന്നുള്ള രീതിയിൽ വേണം ആത്മീയവാദികൾ. എല്ലാ മതത്തിന്റെയും കാര്യമാണ് കേട്ടോ പറയുന്നത്. മതവും ദൈവവുമായിട്ട് ബന്ധമില്ലെങ്കിൽ തന്നെ ഞാൻ പറയുകയാണ്, ഇപ്പോഴത്തെ കാലഘട്ടത്തില് നമ്മള് ദൈവവിശ്വാസിയാണോ ആത്മീയവാദിയാണോ? ആത്മീയതയുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അഹിംസയാണ്. ആത്മീയതയുടെ ആത്മാവ് അഹിംസയായതുകൊണ്ട് നമ്മുടെ ഭക്ഷണം ഒന്നിനെയും ഹിംസിച്ചുകൊണ്ടായിരിക്കരുത് നമ്മളുടെ ഭക്ഷണം. ആ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറയുന്നത് പോലെ എന്റെ അന്നത്തിൽ ഒരു രക്തത്തിനും പങ്കില്ല. രക്തത്തിന്റെ പങ്കല്ല ഞാൻ കഴിക്കുന്നത് എന്ന് പറയാനുള്ള ശേഷി നമുക്കുണ്ടാവണം. അതാണ് ആത്മീയവാദം. അതിലൂടെ മാത്രമേ നമുക്ക് ജീവിത വിജയവും തലമുറകളുടെ വിജയവും ബുദ്ധിയും ശക്തിയും ഭക്തിയും എല്ലാം വർദ്ധിക്കുകയുമുള്ളൂ. തീർച്ചയായിട്ടും. അപ്പം മാത്രമാണ് നമുക്ക് 33 കോടി ദേവസങ്കല്പങ്ങളുണ്ട്. ഈ ജൈവസങ്കല്പങ്ങൾ തന്നെയാണ് ദേവസങ്കല്പങ്ങൾ. 33 കോടി ജൈവവർഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന 6-ാം മന്വന്തരത്തിലെ ആ ജൈവത്തെ മുഴുവൻ ദൈവമായി കാണുന്ന ഭാരതത്തിന്റെ ദർശനം അനുസരിച്ച് ഒരു ജീവനെയും ഹനിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഉൽപാദകരായിരിക്കുന്ന സസ്യലോകം നൽകുന്ന ആ ജീവനാംശത്തെ പറ്റിക്കൊണ്ട് ആ വൈഷ്ണവ അവതാരങ്ങളായിട്ട് മാത്രം നമ്മൾ മാറേണ്ടതുണ്ട്. അവിടെയാണ് ജീവിത വിജയവും ആത്മനിയന്ത്രണവും ബുദ്ധിയും ശക്തിയും ഭക്തിയും എല്ലാം വർദ്ധിക്കുന്നത്. അതെ. മനസ്സിന്റെയും ബുദ്ധിയുടെ എല്ലാം വികാസത്തിന് ഈ സാത്വിക ഭക്ഷണവും സമയത്തുള്ള ഭക്ഷണവും ആവശ്യത്തിനുള്ള വെള്ളവും. അതെ അല്ലേ? അതെ. ജലത്തിന്റെ മായയാണ് നമ്മൾ എന്നുള്ള വസ്തുതയാണ് അറിയുമ്പോഴാണ് ജലത്തിന് നമ്മളുടെ ശരീരത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാകുന്നത്. ഈ ശ്രീപാർവതിയുടെ ഈ ജലത്തിന്റെ മായ മാത്രമാകുന്നു ജീവൻ. ആ ജീവനായിരിക്കുന്ന ആ ജലത്തിന്റെ മായയായിരിക്കുന്ന നമ്മൾ സത്വ രജ തമോ ഗുണങ്ങളിലൂടെ മാഞ്ഞു പോകുന്നതുമാണ്. രുദ്രനാൽ രുദ്രവർണമായിരിക്കുന്ന ആ ബ്ലഡാണ്, ആ പാർവതിയാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഹൃദയത്തിൽ കൂടുകൂട്ടിയിരിക്കുന്നത് രുദ്രനാൽ രുദ്രവർണമായിരിക്കുന്ന ആ ജലമാണ്, ആ പാർവതിയാണ്. ഈ മണ്ണ് ആണ് മണത്തിന് കാരണം, രസത്തിന് കാരണം ജലമാണ്. അപ്പോ ആ മണ്ണും ജലവും കൂടി ചേരുമ്പോൾ മാത്രമാണ് ആ രസവും ആ മണവുമാണ് നമ്മളുടെ ഭക്ഷണത്തെ ഏറ്റവും നമ്മൾ സ്വാദിഷ്ടമായി കഴിക്കുവാനുള്ള കാരണമാകുന്നത്. അപ്പൊ നമ്മൾ ഈ മണ്ണിനോടും ഈ ശിവനോടും ഈ പാർവതിയോടും നമ്മളുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്
കടപ്പെട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ശൈവത്തെ തൊട്ടു തൊഴുതിട്ട് വേണം ശരിക്കും ഭക്ഷണം കഴിക്കാൻ. ഈ ജലത്തെ മാതാവായി കണ്ടു വേണം, നമ്മളുടെ ജീവനായി കണ്ടു വേണം ഭക്ഷണം കഴിക്കാനായിട്ട്. മൃത്യുവിനെ ജയിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നതും ജലം എന്നുള്ള ആ മായ, ജലത്തിന്റെ മായയാണ് ഇതിന് സർവ്വതിനും കാരണം. സാധാരണ മനുഷ്യര് മനസ്സിലാക്കിയിടത്തോളം അല്ലെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോ നടമാടിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു ചിന്ത, ഈ വേദങ്ങൾ മുഴുവൻ പറയുന്നത് ഈ ശാസ്ത്ര വിഷയവും അഭ്യസ്തവിദ്യരായിട്ടുള്ള കാര്യങ്ങളും മാത്രമാണ് പറയുന്നത് എന്നാണ് ധാരണ. അതെ. പക്ഷേ ഈ വേദങ്ങളിൽ ഈ ആഹാരാദി കാര്യങ്ങളെ കുറിച്ച് ഒക്കെ പറയുന്നുണ്ടാവാം. എന്തായാലും അങ്ങ് ഈ പ്രണവവേദയുടെ ആചാര്യൻ എന്നുള്ള നിലക്ക് പ്രണവവേദക്കകത്ത് ഇത്തരം കാര്യങ്ങൾ വളരെ വിസ്തൃതമായിട്ടും വിശാലമായിട്ടും പ്രതിപാദിച്ചിട്ടുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ പ്രണവവേദയിലൂടെ ഈ ആഹാരാദി കാര്യങ്ങളും നിത്യജീവിതത്തിലെ കാര്യങ്ങളും വരും ദിവസങ്ങളിൽ നിരവധിയായ കാര്യങ്ങൾ അങ്ങ് ബോധ്യപ്പെടുത്തേണ്ടി വരും നമ്മുടെ ജനനന്മയ്ക്ക് വേണ്ടിയിട്ട്, വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും വളരെ നന്ദിയുണ്ട് സന്തോഷ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. നമ്മള് ഭക്ഷണം കഴിക്കേണ്ടത് ബുദ്ധിക്ക് വേണ്ടിയിട്ടാണ്, ശക്തിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല. ബുദ്ധിയാണ് നമ്മളെ നയിക്കേണ്ടത്. അപ്പൊ നമ്മളുടെ ബുദ്ധിയെ വർദ്ധിപ്പിക്കാനായിട്ട് നല്ല സാത്വികമായിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. ആ സാത്വിക ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞതിലൂടെ മറ്റു ഒരു ഭക്ഷണവും മോശമാണെന്നല്ല ഇതിനകത്ത് അഭിപ്രായം. ആത്മീയവാദികളായിട്ടുള്ള മനുഷ്യരായിട്ടുള്ള മനനം ചെയ്യുവാൻ ശേഷിയുള്ളതായിട്ടുള്ള മനുഷ്യര് സർവ്വജീവനെയും മാനിക്കണം എന്ന് മാത്രമേ ഞാൻ അർത്ഥമാക്കിയിട്ടുള്ളൂ. ഒരു ഭക്ഷണ സംസ്കാരത്തെയും നശിച്ചുകൊണ്ടോ നിഷേധിച്ചുകൊണ്ടോ അവഹേളിച്ചുകൊണ്ടോ അല്ല എന്റെ സംസാരം എന്ന് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് നമസ്തേ. നന്ദി സന്തോഷി, നന്ദി. നമസ്തേ.